മുദ്രയിലെഴുതും ഞങ്ങളിതാ മുദ്രയിലെഴുതും ഞങ്ങളിതോ മുദ്രാവാക്യം വിളിക്കുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്. നമ്മളിത് വന്നില്ലേ? വരുന്നു ഞങ്ങൾ മുന്നോട്ട്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. പതാക ഉയർത്തുന്നതിന് വേണ്ടി സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ നിങ്ങളെല്ലാവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്.
വൈകിട്ട് വീട്ടിൽ നിന്നപ്പോഴാണ് ചെറിയ ഇത് കേട്ടപ്പോൾ മാനസികമായ ചില അസ്വസ്ഥതകളുണ്ട്. സംഘടനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ശ്രീപച്ചായനടക്കം സംഘടനയുടെ സംസ്ഥാന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ ആവശ്യത്തിനുള്ള മരുന്ന് കിട്ടാതെ മരിച്ച സംഭവങ്ങളാണുള്ളത്. ഇന്നലെയും സംഭവിച്ചതായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സമ്മേളനമായ കാസർഗോഡ് ജില്ലയിൽ ഒരു സമ്പൂർണ്ണ സമ്മേളനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. 9 യൂണിറ്റുകളാണ് ഉള്ളത്. 9 യൂണിറ്റുകളിലെ പ്രതിനിധികൾ ഏറെക്കുറെ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കടന്നു വന്ന വഴിയിൽ മനോഹരമായ ഒരു പ്രകടനവും കാണാൻ സാധിച്ചു. എല്ലാ ജില്ലകളിലും ഉള്ളതുപോലെ ഓരോ യൂണിറ്റുകളും ഓരോ യൂണിഫോമത്തിൽ ഇവിടെ എത്തിയത് വളരെ മനോഹരമായിരിക്കുന്നു. കഴിഞ്ഞ 27-ാം തീയതി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംസ്ഥാന സമ്മേളനം ഉദ്യോഗസ്ഥന്മാരും മറ്റു സ്ഥലങ്ങളിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ മേഖലയിൽ ഏതാണ്ട് 60-65% വരുന്ന സ്ത്രീ തൊഴിലാളികൾ ജോലിയിലുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റിയ വളരെ മനോഹരമായ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു സമ്മേളനമായിരുന്നു 27-ാം തീയതി ചാലക്കുടിയിൽ നടന്നത്. വന്ന ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്കും സംരക്ഷിക്കപ്പെടുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം 2022 വരെ സ്ത്രീകൾക്ക് ഈ